ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ട് മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഞാനും എൻ്റെ എന്നോട് ചേർത്ത് 3 ഫ്രണ്ട്സ് നമ്മൾ കളിക്കാനായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഡിസ്കോഡ് വഴിയാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിച്ചിട്ടുള്ളത്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ ഡിസ്കോഡ് വോയിസ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡിസ്കോഡ് സംസാരിച്ചുകൊണ്ടിരുന്ന് കളിച്ചപ്പോൾ എങ്ങനെ തോന്നുന്നു, അത്ര ഒരു ഫണ്ണ് ഈ വീഡിയോക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഗെയിം പ്ലേ പരമായിട്ട് കുറച്ച് നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ഡിസ്കോഡ് ഞാൻ സെറ്റാക്കുന്നതാണ്, പേടിക്കണ്ട. അപ്പം ഒന്നത്തെ എപ്പിസോഡ് എന്തായാലും തുടക്കം തന്നെ എങ്ങനെ ആയിപ്പോയി, സോറി. എന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ ഈ വേൾഡ് അത്യാവശ്യം നല്ല ആയിരിക്കുമെന്ന് വിചാരിക്കണം. കാരണം ചെറിയ ബ്ലോസും എല്ലാം ഉണ്ട്. അപ്പോൾ സ്ക്രീൻ ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്. അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അവൻ വരാൻ എന്തായാലും താമസിക്കും. എന്ന് വെച്ചാൽ അവന് വേറെ ഒരു ചെറിയൊരു പണി ഉണ്ടായിരുന്നുണ്ട്. നിങ്ങൾ കളിച്ചോ, ഞാൻ ഇടയ്ക്ക് കൂടെ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കളിക്കുന്ന സർവൈവലാണ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അവൻ വന്ന് കയറി അവൻ്റെ സെറ്റിങ്സ് സംഗതിയെല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. മൈൻക്രാഫ്റ്റിൽ സെറ്റിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് ശരിയാക്കിയിട്ട് വാ, ഞാൻ പ്ലാനൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അത് ഇപ്പോൾ കൺട്രോൾ സെറ്റാക്കാം. ഞാൻ ഈ വീഡിയോ നമ്മൾ കളിക്കാൻ വേണ്ടി ഒരു 40-45 1 മണിക്കൂർ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കുറയോ ലെങ്ത് കൂടോ കുറയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് അട്ടർ ഫ്ലോപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കവർ ചെയ്തങ്ങ് എടുക്കാം, സീനില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമുക്ക് അവിടെ താഴെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാമല്ലോ, ആ ഭാഗത്തായിട്ട് നമുക്കൊരു ഇപ്പം നല്ലൊരു ബിസിനസ് ഞാൻ പറഞ്ഞില്ല. ഇപ്പം കറൻ്റ് നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ 3 പേരുണ്ട്. 3 പേർക്ക് കിടക്കാനുള്ള കട്ടിലും ചെസ്റ്റും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ഫർണേഴ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പെട്ടിക്കൂടായാലും മതി. അത് നമുക്ക് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കൊട്ടാരം പണിയും. ഇത്ര ഇല്ലെങ്കിൽ ഒരു കൊട്ടാരം പണിയാം, സീനില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ചെറുതായിട്ട് കുറച്ച് വുഡൊക്കെ വെട്ടി കുറച്ച് സംഭവം സെറ്റാക്കി ഫുഡ് സെറ്റാക്കി ഫർണേഴ്സ് സംഗതി പിന്നെ ബേസിക് നീഡ്സ് എല്ലാം നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഉള്ളൊരു എയിം എന്ന് പറയുന്നത് 3 കട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. അത് പറ്റിയില്ലെങ്കിൽ രാത്രി വരുമ്പോൾ സോംബി പുറഞ്ചനെ ഓട്ടിക്കും. നമ്മൾ തുടക്കം കൂടെ ആയതുകൊണ്ട് സർവൈവൽ ഡേ റീസ്പോൺ ആവാനേ സമയം കാണും. ഹാർഡ് കോർ അല്ല, അതുകൊണ്ട് റീസ്പോൺ ആവും. പിന്നീടുള്ളൊരു കാര്യം പറഞ്ഞാൽ, എൻ്റെ കൂടെ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന അവന് എന്താ പറയുക, ഹാർഡ് കോർ ഒട്ടും ഇഷ്ടമില്ല. കാരണം അവൻ പറയണത് ഇപ്പോൾ ഹാർഡ് കോർ എടുത്ത് കഴിഞ്ഞാൽ അവനേക്ക് ഫസ്റ്റ് അവനെ കളി തീരുന്നതാണ്. സോ ഹാർഡ് കോർ ഇപ്പോൾ കൊടുക്കുന്നില്ല. നമുക്ക് ഈ സർവൈവൽ സീരീസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രം ഹാർഡ് കോർ ചെയ്യുന്നതാണ്. മൈൻക്രാഫ്റ്റ് മാത്രമല്ല, ഈ ചാനലിൽ വേറെ വീഡിയോസ് വരും. സ്റ്റേ ട്യൂൺഡ് അതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ആടിനെയൊക്കെ തപ്പി കിടക്കുകയാണ്. അപ്പോൾ ഒരാടിനെ കണ്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെറിയ ബ്ലോസം നിൽപ്പുണ്ട്, അതിനെ തൊടരുത്. വേറെ മരവും കൂടെ വെട്ടാൻ ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചെറിയ ബ്ലോസത്തിൻ്റെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. എന്നാലും ഞാൻ പറഞ്ഞ് ഓട്ടിച്ച് ഇടണോണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ ചെറിയ ബ്ലോസത്തിൻ്റെ അങ്ങോട്ട് തന്നെ ഒരു ചായ്വ് കാണിക്കണോണ്ട് ഞാൻ പറഞ്ഞു, നീ ഇത് മരം വെട്ടണ്ട, നീ ഈ ആടിനെ തപ്പിപ്പോയാൽ അത് ഞാൻ മരം വെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മരം വെട്ടാൻ വേണ്ടിയിട്ട് നോർമൽ മരം വെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഇത് കാണുന്നത്. എൻ്റെ പൊന്നെ, ഇവിടെ വീണത്തീന്നത് തന്നെ, അത് വേറെ കാര്യം. പിന്നെ കണ്ടാൽ തന്നെ ഒരു TNT ഇട്ട് പൊട്ടിച്ച് കണക്കെ ഒരു ഫീല്, ലൈക്ക് ആ ഒരു സർക്കിൾ ഹോളൊക്കെ കണ്ടാൽ പക്ക നമ്മളിപ്പോൾ ക്രിയേറ്റീവിലൊക്കെ പോയി TNT ഇട്ട് മറ്റേ TNT ബോംബിങ് ചെയ്യുമല്ലോ, ലൈക്ക് ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് പോകും കണക്ക് അവിടെ നിന്ന് ഇങ്ങനെ TNT വീണ് അതേ കണക്കൊരു ഫീല്. എന്നാലും കുഴപ്പമില്ല. അവൻ എൻ്റെ അടുത്ത് ഈ സമയത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ചെറിയ ബ്ലോസം വെട്ടിയാൽ പോരെ, വെക്കണ എന്തിന്? പിന്നെ പറഞ്ഞ് വേണ്ടെന്ന് തന്നെ ഞാൻ അവസാനം തീരുമാനിച്ച്. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫുഡിന് വേണ്ടിയിട്ട് പോണ വഴി കാണുന്ന പശുവിനെ ആടിനെയൊക്കെ വെട്ടി കൊല്ലുന്നുണ്ട്. ആടിനെ എന്തായാലും കൊല്ലും, 3 കട്ടിൽ കിട്ടുന്നവരെന്തായാലും കൊല്ലും, ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ സമയത്ത് ഞാൻ
അവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ മരം വെട്ടിക്കോളാം എന്ന് പറഞ്ഞ് മരം വെട്ടുന്നുണ്ട്. പിന്നെ ആടിഞ്ഞ എൻ്റെ കണ്ണിന് മുമ്പിൽ പെട്ട ഒന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കും ആടിഞ്ഞ. എങ്ങനെയെങ്കിലും ഒരു 9 വോള് സെറ്റാക്കി 3 കട്ടിൽ കിട്ടും. ഇപ്പോൾ മൂന്നാമത്തെ വന്നിട്ടില്ല, ഇടയ്ക്ക് കയറുന്നതാണ്, കുഴപ്പമില്ല. അപ്പം രാത്രി ആവണതിന് മുമ്പ് 3 കട്ടിൽ വേണം. അതാണ് നമ്മളെ ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ്. സോ ഫസ്റ്റ് അത് സെറ്റാക്കാം. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ബ്ലാക്ക് ബോളാണ്. ബ്ലാക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നും ബ്ലാക്ക് ബോൾ ആണെങ്കിലേ കട്ടിൽ സെറ്റാവുള്ളൂ. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് 3 ആയിരിക്കണം. അപ്പോൾ ഏത് കളറാണോ സെയിം അത് തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ബ്ലാക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും മീറ്റ് അതെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഞാൻ ഈ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ അച്ചീവ്മെൻറ്റ് വരുന്നത്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു എന്താ അവൻ പറഞ്ഞിട്ട് കേൾക്കാൻ ചെറിയ ബ്ലോസം വെട്ടി, അവൻ വെട്ടി അവൻ്റെ ചെറിയ ബ്ലോസത്തിൻ്റെ വുഡ് കയറി എൻ്റെ അച്ചീവ്മെൻറ്റ് എനിക്ക് കാണിച്ചു തരുന്നു. ഞാൻ പെട്ടെന്നൊന്നും പതറിപ്പോയി. അങ്ങനെയല്ല, ഞാൻ തന്നെ വെട്ടിയ മരത്തിൻ്റെതായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെ അവിടുത്തെ മരം ഞാൻ വെട്ടുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. പിന്നെ അവൻ്റെ അടുത്ത് അവിടെ ആടിനെ നോക്കാനും പറഞ്ഞു. ആടിനെ നോക്കാന്ന് വെച്ചാൽ ആടിനെ വേഗനല്ല, ആടിനെ തല്ലിക്കൊന്ന് അതിൻ്റെ വോളും ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നെന്തായാലും ബേസിക് നീഡ്സ് ആണല്ലോ മുഖ്യം. അപ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ട് ബോറാവാതിരിക്കാൻ. എനിക്ക് അറിയാൻ ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ ലെങ്ത് നല്ല കുറവാൻ സാധ്യതയുണ്ട്. കാരണം ഡിസ്കോഡ് വോയിസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇത്രയും ഡിസ്കോഡ് വോയിസ് ഇട്ടായിരിക്കുമ്പോൾ അത്രയും ടൈം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാൻ മാക്സിമം സാപ്ലിങ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അവിടെ എന്താ പറയുക ചെറിയ ബ്ലോസം മാത്രമല്ലേ ഉള്ളൂ. അപ്പം മരം വെട്ടണമെങ്കിൽ ഇങ്ങ് വരണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകണം. അപ്പം കുറച്ച് സാപ്ലിങ് സെറ്റാക്കി വെച്ച് നമുക്ക് അവിടെ തന്നെ നട്ടാം, നമുക്ക് അവിടെ നിന്ന് തന്നെ മരം വെട്ടാം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ കൂടെയാണ് സാപ്ലിങ്സ് ഞാൻ കളക്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും മരം വെട്ടി കഴിഞ്ഞിട്ടൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മരങ്ങളൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. അതോ സംഗതി ഒരു ബെഡിനുള്ള ബോൾ കിട്ടി, ബാക്കിയൊക്കെ കിട്ടിയില്ല. സ്വാമിയുടെ അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടി വെച്ച് മോളിൽ കയറി നിൽക്കുന്നത്. അതാണ് സംഗതി. മൂന്നാമത്തെ അവനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ ഇനിയിപ്പോൾ സ്പോണോടെ മുകളിലായിരിക്കും. ഞാൻ അവനെ പോയി വിളിക്കണം. അപ്പം അങ്ങനെ അവനും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവനും ബെഡ് വേണം, എനിക്കും ബെഡ് വേണം. അവനുള്ള ബെഡിനുള്ള 3 വൂൾ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഒരു ബെഡേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഒരു ഐഡിയ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ 3 വൂളും വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് 3 പേർക്ക് സ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്യാം, റീസ്പോൺ പോയിൻ്റ് അതെങ്കിലും ചെയ്യാമെന്ന് വെച്ചിരിക്കണം. 3 പേർക്കും ഒരാൾ കിടന്നുറങ്ങി രാവിലെ ആവില്ലല്ലോ, 3 പേരും ഉറങ്ങണ്ടേ. അങ്ങനെ അവൻ വന്നിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തവൻ. അങ്ങനെ അവനെയും കൂട്ടി ഇനി താഴോട്ട് പോകണം. താഴോട്ട് പോയി സംഭവമൊക്കെ പക്ഷെ ഒരു കാര്യം, അവൻ വന്ന സമയം നൈറ്റാണ്. ഇനി അങ്ങോട്ട് 3 പേർക്ക് കട്ടിലില്ലാത്തതുകൊണ്ട് യുദ്ധം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരു മുതുകുഴിയിലും വീണ്. ഇനിയിപ്പോൾ ഒരു സോംബി മറ്റേ അമ്പ് ചെയ്യണ അവനും ചിലന്തി എല്ലാം കൂടെ വന്ന് ഒരു പെനച്ചിലായിരിക്കണം. അതിൻ്റെ ഇടയിലാണ് ഇനി സർവൈവ് ചെയ്യണത്. അവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവൻ്റെ വോള് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കട്ടില്ലെങ്കിൽ ഒരു കട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കെങ്കിലും എന്താ പറയുക റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. പക്ഷേ സോംബിയും ചിലന്തിയും ഒന്നും സമ്മതിക്കണില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചപ്പോഴേ കടന്നടിയും. ഞാൻ എന്നിട്ടും പെട്ടെന്ന് എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. നമ്മളിപ്പം ഫോണിൽ കളിക്കണോണ്ട് തന്നെ അല്ല ഈ വൂളായാലും എന്തായാലും ബ്ലോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നല്ല ടൈം. നമ്മൾ താഴെ പിടിക്കുമ്പോഴാണ് ഈ പകുതിയൊക്കെ ആവുന്നത്. അപ്പോൾ അതിന് ശേഷം സമയം എടുക്കും. അങ്ങനെ അവിടെ ചത്തിട്ടുണ്ട് ഞാൻ. ഇനി എന്തായാലും എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യാനായിട്ട് എനിക്കറിയാം. നമ്മൾ കുറേ തവണ ആ ബെഡ് ഉണ്ടാക്കാൻ നോക്കി നടന്നില്ല. പിന്നെ അവസാനം രാവിലെ ആവും വരെ യുദ്ധം ചെയ്ത് നമ്മൾ ആ സോംബിരി ഒന്ന് 10-25 തവണ ചത്ത് അവസാനം രാവിലെയായി. പിന്നെ വീണ്ടും ആടിനെ തപ്പിയുള്ള പ്രയാണമായി. അത് കോമഡി ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് പൂള് ഇവൻ കണ്ടുപിടിച്ച് വെച്ച്. അങ്ങനെ രാവിലെയായി. പിന്നെ അവൻ തന്നെ ഞാൻ ആ സമയത്ത് ആടിന് തപ്പിപ്പോയി വെള്ളത്തിൽ മുങ്ങി. വെള്ളത്തിനടിയിൽ നിന്ന് റൗണ്ടിൻ്റെ അടിയും കിട്ടി. മറ്റേ അതിൻ്റെ അടിയിൽ നിന്ന് മറ്റേ സ്കോറിൻ്റെ ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, നീരാളി, അതിനെ പിടിക്കാൻ നോക്കി. അത് ഇടയ്ക്ക് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയൊക്കെ വന്ന് ഇവിടെ എത്തിയപ്പം ലോകം 3 കട്ടിലിട്ട് വെച്ചിട്ട് പോയിരിക്കും. എന്നിട്ട് അവൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചില്ല, വന്നപ്പോൾ കണ്ട്.
അങ്ങനെ ഞാൻ പിന്നെ 3 കട്ടിലിൽ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. 3 സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആലോചിച്ചു ഒന്നിന് മതിയില്ല, പിന്നെ ഒന്നിൽ തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ 3 റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. ഇനി രാത്രിയെ ഉറങ്ങാം. അപ്പം ആ ഒരു കാര്യത്തിൽ സുരക്ഷിതമാണ്. ഇനി നമ്മൾ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടൂൾസ് സെറ്റാക്കുക, അതുപോലെ തന്നെ ഫർണേസ്, ചെസ്റ്റ്, പിന്നെ ഒരു എന്താ പറയുക 4 ചവര്, ഒരു മേൽക്കൂര ആയാലും മതി. മഴയും നനയില്ല, അടിയും കിട്ടില്ല. അങ്ങനത്തെ രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി പണി എത്രയും ചെയ്തത്. ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്, കട്ടിയിലായി. ഇനി ആവശ്യം ഫർണേസ്, പിന്നെ വെപ്പണ്, പിന്നെ 4 ചെമ്പരും ഒരു മേൽക്കൂര. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പം ലക്ഷറീസ് ആവുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് ഒരു കിടിലം വീടുണ്ടാക്കാം, നമുക്കൊരു കൊട്ടാരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോകും. സർവൈവൽ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാപ്പരാകും, ആ രീതിയിലായി പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് വളരെ വളരെ കെയർഫുള്ളായിട്ട് പോകും. വെച്ചാൽ വളരും തോറും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആദ്യമേ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരാൻ പറ്റില്ല, അപ്ഗ്രേഡൊക്കെ മാത്രം നടക്കും. സോ അങ്ങനത്തെ ഒരു പ്ലാനിലിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടെ വുഡും കൂടെ സംഘടിപ്പിച്ച് കുറച്ചും കൂടെ വുഡ് എടുത്തതിന് ശേഷം വീണ്ടും വെപ്പൺ സംഗതി ഇപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവന്മാർക്ക് വെപ്പൺ കൊടുക്കണം. 3 വാക്കി നീക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തൻ കയറി ഇറങ്ങി കളിക്കണം. അത് സംഗതി വേറെ ഒന്നുമില്ല, അവന് ഇടയ്ക്ക് വെച്ച് നെറ്റ് പോയിട്ട് വന്നപ്പോൾ അവന് ഡിസ്കോഡിൽ ഗെയിമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ സംസാരിക്കണം, അവന് കേൾക്കാം, അവന് സംസാരിക്കണം, നമുക്ക് കേട്ടുവിടാം. പിന്നെ അവൻ ഇറങ്ങുമ്പോൾ കേൾക്കാം, കയറുമ്പം വീണ്ടും കേട്ടുവിടാം. അങ്ങനെയൊക്കെ ആയി. പിന്നെ അവൻ അപ്പോഴാണ് പറഞ്ഞത് അവൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, ഹെഡ്സെറ്റ് മാറ്റണം. അങ്ങനെ ഹെഡ്സെറ്റ് മാറ്റിയപ്പം പിന്നെ ഓക്കെ. അതിനിടയ്ക്ക് അവൻ ഈ കുന്നിനെ മുകളിൽ കയറി വഴി ഏറ്റിപ്പോയി. പിന്നെ അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോക്ക് പോകണത്. അങ്ങനെ അവൻ പറഞ്ഞു തന്ന കോർഡിനേറ്റ് നോക്കി അവനെ തപ്പി ഞാൻ നടക്കുകയും. അങ്ങനെ കയറി വന്ന അവസാനം അവനെ കണ്ടുപിടിച്ചപ്പോൾ അവൻ പശുവിനെ അലക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് എന്തായാലും സീനില്ല, താഴെ പോവാം. ആവശ്യത്തിനുള്ള ഫുഡ് ഞാൻ പശുവിനെ അടിഞ്ഞ കൊന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പശുവിനെ അങ്ങ് വിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് താഴോട്ടിറങ്ങാൻ ഞാൻ വന്ന് കയറിയ വഴി മറന്നുപോയി. ഞാൻ അപ്പം വന്നപ്പോൾ ഉള്ള കോർഡിനേറ്റ് ഓർമ്മ ഉള്ളതുകൊണ്ട് നോക്കാൻ നേരത്തെ ഇത് മൈനസ് കുറഞ്ഞ് പോകണം. അപ്പോൾ മനസ്സിലായി അങ്ങോട്ട് തന്നെ. പിന്നെ നോക്കാത്ത കൂടി പറഞ്ഞു. അപ്പോൾ മനസ്സിലായി അങ്ങോട്ടല്ല. അപ്പം വീണ്ടും തിരിഞ്ഞ് കിടക്കണമല്ലോ എന്ന് ഓർത്താണ് പിന്നെ തിരിഞ്ഞ് കിടക്കണത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കും വഴി തെറ്റിയില്ലേ. അങ്ങനെ തിരിഞ്ഞ് കളഞ്ഞ് പിന്നെ തിരിച്ച് താഴോട്ടങ്ങ് എത്താനുള്ള വഴി കണ്ടുപിടിച്ച് അങ്ങനെ അവനെ വിളിച്ച് താഴോട്ടെത്താൻ. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ അവിടെ താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം എന്തോ പന്നിയെ കൊല്ലൊക്കെ അങ്ങനെ എന്തോ പരിപാടി എത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തിട്ട് കണക്ക് ഞാൻ അവന്മാർക്ക് ടൂള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ഇരുന്ന ഒരു കോടാലി ചെറുതായിട്ടൊന്നൊന്ന് ഡ്യൂറബിലിറ്റി കുറഞ്ഞു. അതങ്ങനെ കാണുമ്പം അങ്ങനെ വിട്ടു പോകണം, നമുക്ക് തെറ്റല്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു കോടാലിയും കൂടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എനിക്ക് ഡിസ്കോഡ് വോയിസ് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് ഞാൻ സംസാരിച്ചത് മാത്രമായിട്ട് എനിക്ക് വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം അതും കൂടെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ എൻ്റെ അവൻ തന്നെ അതിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, റീഫർ പോയിന്റ് സെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അടിക്കണം തന്നെ ഇങ്ങ് വാ, ഞാൻ സാധനം തരാം, ഇതെടുത്തോ. കോടാലി വേണ്ടേ? കോടാലി വെപ്പണടാ. അഭിഷേക് ഇന്ന് ഇതെടുത്തോ. ഇതെടുത്തോ എട്രാ. കിടക്കുന്നു. ഇനി ബെഡി കട, ഞാനും കിടക്കുന്നു, നീ കട വന്ന് ബെഡി കിടടാ. പാടാ നീ ഇപ്പൊ തൽക്കാലം എപ്പത്തേടാ? സ്ലീപ്പിംഗ് ത്രൂ ദിസ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തരും ഞാൻ ടാസ്ക് തരാം. നിങ്ങൾക്ക് ഉണ്ണിക്കുള്ള ടാസ്ക് മരം വെട്ടുക. മരം വെട്ടുകാരനായിരുന്നു ഉണ്ണിയുടെ അപ്പൻ.
അതാത് വിട്. ഇവിടെ ഇത് ഒരു ചെറിയ ബ്ലോസം തൊടല്ലേ. ഇട പന്നിങ്ങ ചെറിയ ബ്ലോസാട്ടി തൊട്ടല്ലേ കേട്ടാ. ദോ ആ സൈഡിലോട്ട് പോയാൽ കിട്ടും. ദോ അവിടെ. കുഴപ്പമില്ല, ഞാൻ കോർഡിനേറ്റ്സ് പറഞ്ഞുതരാം. അഭിഷേക് ചെയ്യേണ്ടത് അവന്റെ കൂടെ പോയി മരം വെട്ടിക്കോ. കേട്ടാ. അവൻ ദാ മോലോട്ട് ഡേയ്, അവൻ മോലോട്ട് ഡേയ്. ഇവിടെ പോണു അഭിഷേക്. ദോ ആ സൈഡിലോട്ട് മോലോട്ട് ഇറപ്പോ. ദോ നിൽക്കണത്. നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം എൻ്റെ ലൈഫ് ഇപ്പോൾ ഒരു ഹാർട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചാടിച്ചത്ത് ലൈഫ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതിൻ്റെ റീസ്പോൺ ആവുമല്ലോ. അങ്ങനെയാണ് ഈ ഇങ്ങനെ ചത്തിട്ടുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ തിരിച്ച് സാധനങ്ങളൊക്കെ പോയി എടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഈ ഭാഗം ഞാൻ വോയിസ് ഓവറാണ് ചെയ്യണത്. കാരണം മറ്റേ എൻ്റെ വോയിസ് മാത്രമല്ലേ ഉള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു എയിം കാണത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ലൈക്ക് ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്ത് മാറ്റി മിക്കാറും. കാരണം അല്ലാതെ പ്ലെയിനായിട്ട് ചുമ്മാ ഓടി നടക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ ഒരു എയിം കാണത്തില്ല. എന്തായാലും അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോൾ എന്തായാലും സെറ്റാക്കി തരാം. എൻ്റെ ഇരുന്ന് വുഡ് വെച്ച് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വീടെന്ന് പറയാറായിട്ടില്ല, ഒരു പെട്ടിക്കൂട് അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് ഇവിടെ ഒരു കുഴി കാണുന്നത്. കുഴിയല്ല, കുറച്ച് ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ സൈഡിലത്തെ ആ ഡയറക്റ്റ് വെട്ടി ആ ഇത് ഹോളങ്ങ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് വെട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, വെട്ടി കഴിഞ്ഞിട്ടുള്ള ഭാഗം കാണിക്കാം. അങ്ങനെ വെട്ടി കഴിഞ്ഞ് ഇപ്പോൾ ആ ഹോള് ഫില്ല് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കുറച്ച് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഹോൾ മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 ബ്ലോക്കും കൂടെ ഉണ്ട് ബാക്കി. അത് മിസ്പ്ലേസ്മെൻ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഇഞ്ച് ബാക്കിയുണ്ട്, അതെടുത്തോളാം. നിങ്ങൾക്ക് ഈ സർവൈവൽ സീരീസിൽ എന്തായാലും കുറവുകളൊക്കെ ഉണ്ട്, അതെനിക്ക് തന്നെ അറിയാം. ഒന്നാമത്തെ എപ്പിസോഡ് തന്നെ ഇങ്ങനെയാണ് ആയിപ്പോയത്, അതിന് ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, എന്തായാലും വായിക്കുന്നതാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ഒരു ബോക്സ് കണക്ക്, അത്യാവശ്യം സൈസുള്ളൊരു ബോക്സ് കണക്ക് കെട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബൗണ്ടറി വരയ്ക്കണത്. മൊത്തത്തിൽ അടച്ച് ലൈക്ക് ആ 4 ഭാഗവും അടച്ച് പൂട്ടിയതിന് ശേഷം 2 ഭാഗം തുറന്ന് നമുക്ക് ഡോറിടാം, അത് സീനില്ല. ഇപ്പോൾ ഉള്ള തടി വെച്ച് സെറ്റാക്കാം. ചെസ്റ്റിനകത്ത് വേറെ തടി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്, നോക്കാം. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് എന്താ പറയുക, ഇങ്ങനെ തടി ഇടുന്നതാണ്. ആ ഭാഗം കുറച്ച് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കയ്യിരുന്ന വുഡൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചെസ്റ്റിനകത്ത് നോക്കിയാൽ അറിയാം വുഡുണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെ ചെസ്റ്റിനകത്ത് നോക്കാൻ പോകുന്നുണ്ട്. ഒരു വഴിയല്ലേ ഇത്. അങ്ങനെ അങ്ങനെ കുറേ മരവും വുഡും തല്ലിക്കൊല്ലിയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സംഗതി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വരെയാണ്. തിരിച്ചു വന്നപ്പം അവ അവിടെ ചെസ്റ്റൊക്കെ വെച്ച് ഫർണസും വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അവൻ മൈനിനൊക്കെ പോയി കല്ല് വെട്ടി 2 ഫർണസ് 2 ചെസ്റ്റ്, ചില്ലറയൊന്നും അല്ല. ചെറുക്കം പണിയെടുക്കുക തന്നെ. നമുക്ക് അവനെ ആസ്ഥാന ബംഗാളിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. അങ്ങനെ ചെസ്റ്റിനകത്തോട്ട് സംഭവങ്ങളെല്ലാം കയറുന്നുണ്ട്. എൻ്റെ കയ്യിൽ സാപ്ലിങ്സ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് നട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും വീടും കൂടെയൊക്കെ വെച്ചിട്ട് സൗകര്യം പോലെ എവിടെയാണ് നടന്നൊക്കെ ഒരു പ്ലേസൊക്കെ നോക്കി സെറ്റാക്കാം. അതായിരിക്കും ഇപ്പോൾ നമ്മളെ ഇൻവെൻറ്ററി ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം. അപ്പം അവൻ ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പമായി. അപ്പോൾ അത് നോക്കാം. വോള് ജസ്റ്റ് ഇരിക്കട്ടെ. താടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ബാക്കി പണി ചെയ്യണമല്ലോ. നമ്മൾ വീടിൻ്റെ പകുതിയില്ല, കാൽഭാഗം ആയപ്പോഴേ, വീടുമല്ല പറയുകയാണെങ്കിൽ കാൽഭാഗം ആയപ്പോഴേ നിർത്തിയില്ല, തടി തീർന്ന്. ഇപ്പം കുറച്ച് തടി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ബാക്കിയെടുക്കാം. 2 കുക്കഡ് മട്ടൻ അതിനങ്ങ് എടുത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തോ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളിരുന്ന ആ വുഡ് നമ്മൾ പ്ലാങ്കാക്കി മാറ്റി, നമ്മൾ എന്താ പറയുക, പ്ലാങ്കാക്കി മാറ്റി ആ പെട്ടിക്കൂട് കംപ്ലീറ്റ് ആക്കണം. അതിന് മുമ്പ് 2 ഫുഡ് അടിക്കാം. ഫുഡ് അടിച്ചിട്ട് പോയി നമുക്കത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി ബാക്കി കാണാം. അങ്ങനെ ആ ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആ ദിവസം ലൈക്ക് ആ നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നൈറ്റ് കഴിഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഭാഗമാണ്. കാരണം ആ നൈറ്റ് ആയ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇരുട്ടിയപ്പോഴേ പോയി കിടന്ന്, എന്നിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്ത് മരമൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള. അങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇനി അപ്പോഴാണ് ആലോചിച്ച് ഡോറില്ല, ഇപ്പോൾ ഡോർ ഉണ്ടാക്കണം. അങ്ങനെ ഡോർ ഉണ്ടാക്കാനുള്ള ഓട്ടമാണ് ഇത് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തോട്ട്. അങ്ങനെ ആ ക്രാഫ്റ്റിംഗ് ടേബിളേ ഡോർ.
ഡോറിന് മറ്റേ വുഡ് വേണം. അങ്ങനെ ആ വുഡ് എൻ്റെ ചെസ്റ്റിനകത്ത് കാണുമെന്ന് തോന്നുന്നു. ചെസ്റ്റിനകത്ത് തന്നെ എടുക്കണം. ചെസ്റ്റിനകത്ത് ഈ ചെസ്റ്റിലില്ല, അപ്പുറത്തെ ചെസ്റ്റിൽ കാണാൻ മിക്കാറ്. അപ്പുറത്തെ ചെസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആ വുഡിനെ പ്ലാങ്കാക്കി ഇനി എന്താ പറയുക ഡോറിടാം. 3 ഡോർ ഇട്ടും നമുക്ക് ഒരു ഭാഗമെല്ലാം പൊട്ടിച്ചിട്ടുള്ളൂ. ഒരു ഭാഗം കൂടെ പൊട്ടിച്ചിട്ട് 2 ഡബിൾ ഡോറായിട്ടിടാം. നമുക്കത് പിന്നീട് റെഡ് സ്റ്റോൺ ടെസ്റ്റൊക്കെ വെച്ച് നമുക്ക്, അല്ലെങ്കിൽ മറ്റേ പ്രഷർ പ്ലേറ്റ് ആ സാധനം വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായി ആക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ സെറ്റാക്കാം. ഇപ്പോഴല്ല, അത് പറഞ്ഞ വഴിക്ക് നമുക്ക് അതായത് പോയി വരുമ്പോൾ സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ 2 ഡോറിടാം. ഇപ്പം എന്താ പറയുക ഡോറായിട്ടുണ്ട്. ഇനി മേൽക്കൂര ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പം 4 ചുമരും 1 ഡോറും 2 ഡോറും അത് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് ഞാൻ ഇവിടെ സൈഡ് കുഴിച്ചെന്ന് വെച്ചാൽ ഞാൻ വെച്ച് തറയും കൂടെ എടുത്ത് മാറ്റി വുഡ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പം എന്തായാലും കുഴിച്ച് കഴിഞ്ഞാൽ വുഡ് തികയില്ല, പണിയെടുക്കണം. അതിന് ചെറുതായിട്ടൊരു മടി തോന്നിയുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് പിന്നെ ചെയ്യാം. അങ്ങനെ ആ പൊട്ടിച്ച ഡേറ്റ അത് കണക്കെന്നെ തിരിച്ചു വെച്ച്. ഇനി മേൽക്കൂര ഇടണം. വെളിയിൽ കിടന്ന കട്ടിലുകൊണ്ട് തിരിച്ച് ഇതിനകത്ത് തന്നെ ഇടണം. ഞാൻ ഇപ്പോൾ എന്തായാലും എൻ്റെ കട്ടിൽ മാത്രമേ പൊട്ടിച്ചോളൂ ഫസ്റ്റ്. കാരണം അവന്മാരിപ്പോൾ അവിടെ നിന്ന് ചാവുകയാണെങ്കിൽ അവിടെ നിന്ന് കട്ടിൽ പൊട്ടിച്ചാൽ ഇവിടെ റീസ്പോൺ ആവാതെ നേരെ മുകളിൽ സ്പോൺ പോയിന്റ് റീസ്പോൺ ആവണം. 2 സ്ഥലം അടുത്ത് തന്നെ, എന്നാലും ചെറിയൊരു ഡിഫറൻസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആദ്യം എൻ്റെ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. അവന്മാരത്ത് പറഞ്ഞിട്ടുണ്ട്, അവന്മാർ വരുമ്പോൾ അവന്മാരൊന്നുകൂടെ പൊട്ടിച്ചിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വുഡ് കയ്യിൽ തന്നെ ഉണ്ട്. മേലക്കൂര ഇടണം. ഇനി അവന്മാർ ബെഡ് എടുത്തിട്ട് മറ്റേ ബെഡ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അടുത്തവൻ വരുന്നുണ്ട്. അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ഈ ബെഡ് എടുക്കാൻ പറഞ്ഞിടണം. അവന് ബെഡ് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും അകത്ത് എൻ്റെ ബെഡ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. മേലക്കൂരയും കൂടെ ഇടാം. അത് 58 വുഡുണ്ട്, അത് മതിയായിരിക്കും. മേലക്കൂരയുടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ സീരീസ് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ മൈൻക്രാഫ്റ്റ് മാത്രമല്ല വേറെ ഗെയിമിംഗ് വീഡിയോസ് വരുന്നതാണ്. അതൊക്കെ ക്രമേണ വരുന്നതാണ്. ഓക്കെ, നമ്മളിത് ഇപ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ ടൈം കിട്ടാറില്ല. കിട്ടുന്ന ടൈമിൽ എന്തായാലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഒരു സൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത് തന്നെ പറ്റുന്ന ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെന്തായാലും വീഡിയോ അത്രത്തോളം ഓവർ ഡിലേ ആക്കത്തില്ല. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മേൽക്കൂര തീരാറായിട്ടുണ്ട്. 2 ബ്ലോക്കിൻ്റെ ആവശ്യങ്ങളുള്ളൂ. മേൽക്കൂര അടച്ച് ഇപ്പം എന്താ പറയുക മൊത്തത്തിൽ ഇരുട്ടായി. നമുക്ക് ഇതുവരെ കോൾ കിട്ടാത്തതുകൊണ്ട് തന്നെ ടോർച്ച് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ എന്താ പറയുക നമ്മൾ ആ 3 കട്ടിലെടുത്ത് അകത്തടിച്ചുകൊണ്ട് ഇനി ചെസ്റ്റും കൂടെ എടുത്ത് അകത്ത് വെച്ച് ചെസ്റ്റും ഫർണസും സംഗതിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. നമുക്ക് ഈ വെളി കിടക്കുന്ന ചെസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ അകത്ത് എത്തിച്ചിട്ടുണ്ട്. ചെസ്റ്റും ഫർണസും കൂടെ അകത്ത് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. നമുക്ക് ബെഡായി, ചെസ്റ്റായി, ഫർണസായി, ക്രാഫ്റ്റിംഗ് ടേബിളായി, ഒരു പെട്ടിക്കൂടായി. പെട്ടിക്കൂടും പട്ടിക്കൂടും എല്ലാം കണക്ക് തന്നെ. നമുക്ക് പറയണക്ക് പെറ്റായില്ല, സീനില്ല, സെറ്റാക്കാം. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ വെളിയിരിക്കണ എല്ലാം കൂടെ പറക്കിയെടുത്ത് അകത്തുകൊണ്ട് വയ്ക്കാനായിട്ടുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചെസ്റ്റിനകത്തുള്ള എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് വെച്ച് നമ്മളിലുള്ള സാധനങ്ങൾ ഇൻവെൻറ്ററി ഉള്ള എല്ലാം ചെസ്റ്റിനകത്ത് കയറ്റി എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും കേസ്. അപ്പോൾ ചെസ്റ്റ് 2 ഡബിൾ ചെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവെൻറ്ററി ക്ലീൻ ചെയ്ത് ഓരോന്ന് അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ ആക്കണം. ഡോറെല്ലാം പോയിട്ട് സാപ്ലിങ് കഴിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നീട് വീട് വെച്ചിട്ട് എങ്ങനെ തിരിയും നോക്കി മാറ്റാം. ഫുഡ് കയ്യിരിക്കട്ടെ, അത് ഇപ്പം കുക്കിടല്ലല്ലോ, അപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ വെക്കണം. അങ്ങനത്തെ പരിപാടിയുണ്ട്. വൂളിരിക്കട്ട് ഇതവിടെ നിന്ന് വിടാൻ. ചെസ്റ്റിനകത്ത് അവൻ കൊണ്ടുവച്ചത്. ഓക്കെ അവൻ നന്നായിട്ട് മൈനിങ് ചെയ്തിട്ടുണ്ട് കേസ്. വേണ്ട അത് വുഡ് സ്റ്റോണിൻ്റെ വെപ്പണൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിക്കാക്സ് സംഗതിയൊക്കെ ഉണ്ട്. ഫർണേഴ്സ് ഷോവല് ചെറുക്കെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ബംഗാളിക്ക് പകരമാണെന്ന് പറയാൻ പറ്റില്ല. ബംഗാളി ഇല്ല, നമ്മളെ സെർവറല്ല നമ്മളെ വേൾഡിലെ ആസ്ഥാന ബംഗാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേസ്. ഫുഡ് പട്ടിക്കില്ല എത്ര കാത്തോട്ട് ആപ്പിളും കയ്യിരിക്കട്ടെ. ഒരു സോഡും ഒരു ആക്സും കൂടെ ഇരുന്നാൽ നല്ലത്. ഓക്കെ, സെറ്റ്.
എന്തായാലും ഇന്ന് ഇനി ഫർദർ പ്രോഗ്രസ് ഒന്നുമില്ല. നമ്മളെന്തായാലും അവന്മാരെന്തായാലും ഇപ്പോൾ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങുന്നതാണ് ഇവനോട് ബാക്കിയുള്ളൂ. മറ്റേ ഇറങ്ങിയിട്ടുണ്ട്. റേസ്പോൺ പോയിൻ്റ് കൂടെ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക, അവനും ഇപ്പോൾ പോവും, ഞാനും പോകുന്നതാണ് കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു പെട്ടി കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഫസ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രഷൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറേ കൂടെ പ്രോഗ്രസ് ചെയ്യാം. ഇതിപ്പം വീടെന്ന് വിളിക്കാൻ തോന്നില്ല. എന്നാലും നമ്മളൊരു കൊട്ടാരങ്ങളൊക്കെ പണിയുന്നതാണ് ഇത്. പിന്നെ എന്താ പറയുക, അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കുറച്ച് ഫാം സംഗതിയൊക്കെ സെറ്റ് ചെയ്ത് വീടും കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മൈനിങ്ങിനും കൂടെ ഒക്കെ പോയി കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെപ്പൺസ് സംഗതിയൊക്കെ സെറ്റ് ചെയ്ത് ടോർച്ചൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഫ്ലോയിലൊക്കെ കൊണ്ടുപോകും. കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, അതൊക്കെ എക്സിക്യൂഷൻ കറക്റ്റായ ഒക്കെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനത്തെ ചില പരിപാടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. റെക്കോർഡൊക്കെ ചെയ്ത് സമയം കിട്ടുന്നതനുസരിച്ച് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത എപ്പിസോഡ് പറഞ്ഞേക്കും. ബൈ.